പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ കെട്ടിടം സേവാ തീർത്ത് രാജ്യത്തിന് സമർപ്പിച്ചു. സേവാ തീർത്തിലെ ഓരോ ഫയലുകളും തീരുമാനങ്ങളും രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. അടിമത്തത്തിന്റെ എല്ലാ ചിന്തകളും ഉപേക്ഷിച്ചുകൊണ്ടാണ് വികസിത ഭാരതിലേക്കുള്ള യാത്രയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച സൗത്ത് ബ്ലോക്കിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറി. സേവാ തീർത്ത് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പേര് നൽകിയത്. സേവാ തീർത്ത് 140 കോടി ജനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നതായും നാഗരിക് ദേവോ ഭവ എന്ന ആശയത്തിലായിരിക്കും സേവാ തീർത്തിന്റെയും കർത്തവ്യ ഭവനുകളുടെയും പ്രവർത്തനമെന്ന് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ രാജ്യത്തിന്റെ യാത്രയിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ട ഇടമാണ്. എന്നാൽ ഭാരതത്തിനുമേൽ ശക്തി കാണിക്കാനുള്ള ബ്രിട്ടീഷ് നിർമ്മിതികളായിരുന്നു അവയെന്നും അടിമത്വത്തിന്റെ എല്ലാ അവശേഷിപ്പുകളും ഉപേക്ഷിച്ചുകൊണ്ടാണ് വികസിത ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെന്നും അദ്ദേഹം പറഞ്ഞു. विकसित भारत की इस यात्रा में ये बहुत जरूरी है कि भारत गुलामी की मानसिकता से मुक्त होकर आगे बढ़े. आजादी के बाद भी हमारे यहां गुलामी के प्रतीकों को ढोया जाता रहा. लेकिन साथियों, कहते हैं ना, समय का चक्र कभी भी एक जैसा नहीं रहता. 2014 में देश ने तय किया कि गुलामी की मानसिकता अब और नहीं चलेगी. സ്വാതന്ത്ര്യത്തിന് ശേഷം അനേകം വർഷം രാജ്യം അടിമത്തത്തിന്റെ ആശയത്തിലായിരുന്നു. എന്നാൽ 2014 അടിമത്വ ചിന്താഗതി ഉപേക്ഷിക്കാൻ രാജ്യം തീരുമാനിച്ചെന്നും അന്നു മുതൽ ഭാരതീയ സംസ്കാരം ഉയർത്തിപ്പിടിക്കാൻ കഠിന പ്രയത്നം നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാഷ്ട്രപ്രഥമെന്ന ആശയത്തിലൂന്നിക്കൊണ്ട് ഭാരതത്തെ മുൻപോട്ട് നയിക്കുകയാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ധനമന്ത്രാലയം, പ്രതിരോധം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി സൗത്ത് നോർത്ത് ബ്ലോക്കുകളിലെ മന്ത്രാലയങ്ങളും കർത്തവ്യ ഭവൻ 1-2 കെട്ടിടങ്ങളിലേക്ക് മാറും. സേവാ തീർത്തിലെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ കർഷകർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും ഗുണകരമാകുന്ന ഫയലുകളിലാണ് പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ചത്. അപകടങ്ങളിൽപ്പെട്ടവർക്ക് ചികിത്സ ഉറപ്പാക്കുന്ന PM രാഹത് പദ്ധതി, ലക്ഷ്മിപതി ദീദി പദ്ധതിയുടെ പരിധി 6 കോടിയായി ഉയർത്തൽ തുടങ്ങിയ ഫയലുകളാണ് പ്രധാനമന്ത്രി പരിഗണിച്ചത്. ജനം, ഡൽഹി.